നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. മല്ലപ്പള്ളി വായ്പൂരിൽ ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ കോഴി ഫാമിന് വീണ്ടും പ്രവർത്തനാനുമതി. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച പ്രദേശവാസികൾ. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തി പ്രദേശവാസികൾ. കല്ലുവേലി റെയിൽവേ അടിപ്പാതയിൽ ചെളിയും വെള്ളക്കെട്ട് മൂലമുള്ള ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം. ദൃശ്യ ന്യൂസ് വാർത്തയെ തുടർന്ന് മണ്ണും ചെളിയും നീക്കം ചെയ്തു. ദൃശ്യ ചാനലിന്റെ പോരാട്ടം ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാന വിഷയവും ഇതായിരുന്നു. PM ശ്രീ വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ച കേരള കോൺഗ്രസ് എം. PM ശ്രീയെ പൂർണ്ണമായും അവഗണിക്കേണ്ടതില്ലെന്ന് ജോസ് കെ മാണി. ഇടതു മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ സംസാരിച്ച് പരിഹരിക്കുമെന്നും ജോസ് കെ മാണി. മല്ലപ്പള്ളി കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ വായ്പൂരിൽ ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ കണ്ടംകുളത്ത് പോൾട്രി ഫാമിന് വീണ്ടും പ്രവർത്തനാനുമതി നൽകിയതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം. ജനകീയ സമരസമിതി വാർഡ് മെമ്പർ ദീപ്തി ദാമോദരന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളിൽ ചിലരും ചില ഉദ്യോഗസ്ഥരും വഴിവിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് സമരസമിതി ആരോപിച്ചു. ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് 3-12 വാർഡുകളിലെ ജനവാസ മേഖലയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് കണ്ടംകുളത്ത് കോഴിഫാമിന്റെ പ്രവർത്തനമെന്നാരോപിച്ച് വാർഡ് മെമ്പർ ദീപ്തി ദാമോദരന്റെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പൊതുജനങ്ങളെ വഞ്ചിച്ച സെക്രട്ടറിയുടെ ഇരട്ടത്താപ്പ്, സെക്രട്ടറിയുടെ ഇരട്ടത്താപ്പ് വെച്ചുപറിപ്പിക്കില്ല. പൊതുജനങ്ങളെ പറയുന്നേ പിന്നോട്ടില്ല, പിന്നോട്ടില്ല. എവിടെ പോയി കണ്ടീഷനുകൾ? എവിടെ പോയി ഭരണസമിതി? പഞ്ചായത്തിന്റെ കള്ളക്കളികൾ അവസാനിപ്പിക്കുക. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് മുൻപ് ഫാമിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ചട്ടങ്ങൾ പാലിക്കാതെയും ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെയും പഞ്ചായത്ത് വീണ്ടും ഫാമിന് പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് പ്രതിഷേധക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിന്റെ വക്കോളമെത്തി. ഒടുവിൽ പെരുമ്പെട്ട് പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പഞ്ചായത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഈ മെമ്പറേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് സത്യത്തിൽ നാണക്കേട്. 13 പഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. ഒരു ജനങ്ങൾക്ക് ദ്രോഹമുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് പരാതി കൊടുത്തപ്പോൾ 6 മെമ്പർമാര്, അത് 6 മെമ്പർമാര് അതിനകത്ത്, ബാക്കിയുള്ളവരെല്ലാം സെക്രട്ടറി അല്ലെങ്കിൽ ആ ഉത്തരവിൽ കൂട്ടു നിന്നാണോ ചെയ്യേണ്ടത്? പൊതുജനത്തിനെ കൂടെ എത്താറാണ് നിൽക്കേണ്ടത്. ഒരു മെമ്പേഴ്സിനെ ജയിപ്പിച്ചു വിടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ, ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. കോഴിഫാമിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് വാർഡ് മെമ്പർ ദീപ്തി ദാമോദരൻ പറഞ്ഞു. ഈ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടെയാണ് ഞാൻ. പൊതുജനങ്ങളുടെ ആരോഗ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യ സംസ്കരണത്തിനൊക്കെ സർക്കാർ പൈസ ചെലവിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെ എൻ്റെ വാർഡിലെ ഇത്രയും ജനങ്ങൾക്കുണ്ടാകുന്ന ഈ രോഗങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ആയതിനാൽ ഈ വരുന്ന കമ്മിറ്റിക്കാണെങ്കിലും ഈ ഫാം റദ്ദ് ചെയ്യണമെന്ന് തന്നെയാണ്, ഇതിന് കൊടുത്തിരിക്കുന്ന ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. ഈ ജനങ്ങളുടെ ഒപ്പം ഞാൻ നിൽക്കുന്നു. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. ഏറ്റവും അവസാനം ഏതൊരു സംരംഭം തുടങ്ങിയാൽ അതിന് ലൈസൻസും ബാക്കി ആരൊക്കെ അനുവാദം കൊടുത്താലും പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തി
കൊടുത്തിരുന്നെങ്കിൽ, അല്ല ഞങ്ങൾക്ക് പറ്റില്ല, ഇതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞൊരു പരാതി, ഞങ്ങൾക്കത് പറ്റില്ല, ആ പരാതി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല, അവർ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്ന ഒരു സംരംഭത്തിന് വീണ്ടും അവർ ലൈസൻസ് കൊടുത്തു. ഞങ്ങൾ സാധാരണക്കാർക്ക് നീതി വേണ്ടേ? അതോ സ്വാധീനമുള്ള ആൾക്കാർ മാത്രം ജീവിച്ചാൽ മതിയെന്ന്, കോട്ടാങ്ങാൽ പഞ്ചായത്തിൽ ജീവിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിക്കോ. പക്ഷെങ്കിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെ വീണ്ടും വന്ന് ഇതിനേക്കാട്ടിൽ കൂടുതൽ ആളുകളുമായിട്ട് വന്ന് ഞങ്ങൾ വീണ്ടും പ്രതിഷേധം നടത്തുകയും സമരം നടത്തുകയും ചെയ്യും. പക്ഷേ ജനങ്ങൾക്ക് ജീവിക്കണം. സാധാരണക്കാരായ നിരവധി നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇങ്ങനൊരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് സൗകര്യപ്രദമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ നിരവധി വസ്തുക്കളും സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഈ ജനങ്ങൾ താമസിക്കുന്നിടത്തോട്ട് തന്നെ ഇതുകൊണ്ട് നിർമ്മിച്ചതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഇത് തീർച്ചയായിട്ടും ഈ സ്ഥാപനം പൂർണ്ണമായും പൂട്ടി റദ്ദ് ചെയ്തതിന് ശേഷം ഈ ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുന്നതിനോ ഈ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കി തരുന്നതിനോ നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. സമരസമിതി പ്രവർത്തകരായ പ്രസീത ആർ, ഷെരീഫ ബീവി, സലീന, ശൈലജ, സുജ മാത്യു, യമുന, സുമതി, സബീന, സുബൈദ ബീവി, ഇലിയാസ് വായ്പൂര്, സുബൈർ കുട്ടി, അൻസു, KH റിയാസ്, CI ഇസ്മയിൽ ചീനിയിൽ, റഹ്മത്ത്, KH ഖാൻകുട്ടി, ഷാജി ചീരംകുളം, റെജിമോൻ VK, അലി റാവുത്തർ, ഇബ്രാഹിം കുട്ടി, തോമസ് സെബാസ്റ്റ്യൻ, ഇസ്മയിൽ കുടപ്പനക്കൽ, ഇബ്രാഹിം റാവുത്തർ, മാത്യു കടുവാക്കുഴിത്തടം എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കല്ലുവേലി റെയിൽവേ അടിപ്പാതയിൽ ചെളിയും വെള്ളക്കെട്ടും മൂലമുള്ള ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം. ദൃശ്യവാർത്തയെ തുടർന്ന് KRLMD പ്രശ്നത്തിൽ ഇടപെടുകയും ബന്ധപ്പെട്ട കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അടിപ്പാതയിലെ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ ആരംഭിച്ചു. ദൃശ്യ ചാനലിന്റെ പോരാട്ടം 2025 എന്ന സംവാദ പരിപാടിയിൽ ഉയർന്നുവന്ന പ്രധാന വിഷയവും ഇതായിരുന്നു. PM ശ്രീ വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ച കേരള കോൺഗ്രസ് എം PM ശ്രീയെ പൂർണ്ണമായും അവഗണിക്കേണ്ടതില്ലെന്ന് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. ഒരു പദ്ധതി കേന്ദ്രത്തിന്റെ ആയതുകൊണ്ട് മാത്രം ഒഴിവാക്കണമെന്ന കേരള കോൺഗ്രസിന് അഭിപ്രായമില്ല. പദ്ധതിയിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടെങ്കിൽ അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് കേരള സർക്കാരിനുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇടതുമുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ സംസാരിച്ച് പരിഹരിക്കും. CPI പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ്. കേരള കോൺഗ്രസിന് മുൻപ് പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കറൻ ലിസ്റ്റിലുള്ള പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും? അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല. ചില അതിനകത്ത് എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എതിർക്കും. അവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു, അതൊക്കെ ചർച്ച ചെയ്ത് ഞാൻ അതുകൊണ്ടുള്ളൂ അതിനെ ചർച്ചയിൽ കൂടെ പരിഹരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ജന്മദിനമായി ബന്ധപ്പെട്ട് നമുക്കറിയാം KSയുടെ ഒരു കൃത്യമായ ഒരു ദിവസമാണ് ഈ ചർച്ചയിലേക്ക് പോകുന്നത്. ഭാവി തലമുറയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒത്തിരി മൈഗ്രേഷൻസ് വരുന്നു. അത് ഈ പ്രദേശം നിലനിർത്തിക്കൊണ്ട് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുക. പക്ഷേ അത് പറയുമ്പോഴും നമ്മൾ വിട്ടുവീഴ്ച, നമ്മുടെ സാമൂഹ്യമായ വിഷയത്തിൽ വിട്ടുവീഴ്ച വരരുത്, കലർത്തരുത്. അതിനകത്ത് മറ്റു തരത്തിലുള്ള മത വികാരങ്ങൾ കലർത്താതെ മുന്നോട്ട് പോകും. ചില കാര്യങ്ങൾ മുഴുവൻ LDF ചർച്ച ചെയ്യണമെന്നില്ലല്ലോ. ചില കാര്യങ്ങൾ ഔട്ട്സൈഡ് ദി പ്രദേശങ്ങളിൽ പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യും. ചിലത് LDFിലായിട്ട് ചർച്ച ചെയ്യും. ചില കാര്യങ്ങൾ LDFിനകത്ത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്ത് പല അഭിപ്രായങ്ങൾ വരുമല്ലോ. ആ അഭിപ്രായങ്ങൾ രമ്യമായി കൊണ്ടുപോകാന്നുള്ളത് അത് കൊണ്ടുപോകുന്നേ യാതൊരു സംശയവും. അതെ, ആയിക്കോട്ടെ, നമ്മൾ പല ഭാഷകൾ ഉപയോഗിക്കും, അതൊന്നും കുഴപ്പമില്ല. അത് രമ്യമായിട്ട് ഉപയോഗിക്കും. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല, പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല. കാരണം അവർ പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇല്ലല്ല, അത് ഓരോ സ്കീം വരുമ്പോഴല്ലേ
ഇതൊരു പർട്ടിക്കുലർ സ്കീമാണ്. ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ഓരോ സ്കീമും വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും. അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട്. അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. എത്രയോ കാര്യങ്ങൾ കേരള കോൺഗ്രസിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായം ഇപ്പോൾ വന നിയമത്തിൻ്റെ കാര്യത്തിൽ, ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മളതിനൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലേ. അത് ഒരു വിഷമം വരാത്ത രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നേ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ അതെ, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ എക്സസൈസ് ചെയ്ത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി അതിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച് നമുക്ക് അർഹതപ്പെട്ട ചോദിച്ചാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാ ആഴ്ചകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള അവരുടെ ഓരോ ജില്ലയിലുള്ള ജനറൽ സെക്രട്ടറി, ഓഫീസ് സെക്രട്ടറിയും ചാർജുള്ള സെക്രട്ടറിയുമായിട്ട് ഗൂഗിൾ മീറ്റ്, എപ്പോഴും വന്നെത്താൻ പറ്റില്ല, ഗൂഗിൾ മീറ്റ് നടത്തി ഒരു മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്യുക. ഇന്നലെയും നടത്തി. അടുത്ത 31-ാം തീയതിയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായ ഒരു വലിയ ഒരു ക്രമീകരണം നടത്തിയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ അടൂർ പ്രകാശ് നിരന്തരം സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും ആരോ ചെവി ചോദിക്കുന്നത് കേട്ടല്ലോ. അതിങ്ങനെ നടക്കും. തിരുമാറാടി വാളിയപ്പാടം പാലത്തിന്റെ പുനർനിർമ്മാണവും വെള്ളക്കെട്ട് മൂലമുള്ള കർഷകരുടെ ആശങ്കയും പരിഹരിക്കണമെന്ന പാടശേഖര സമിതി. ഇത് സംബന്ധിച്ച് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പിനും കർഷകർ പരാതി നൽകി. തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ വാളിയപ്പാടം തോടിനു കുറുകെ കുമരകം കമ്പമേട് ഹൈവേയിലുള്ള വാളിയപ്പാടം പാലം ബലക്ഷയം സംഭവിച്ച കരിങ്കൽ കെട്ടുകൾ തകർന്നും പാലത്തിന്റെ ഇരുവശങ്ങൾ ഇടിഞ്ഞു താണും ഒരു വശത്ത് ഒരു ഗർത്തവും രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. നിലവിൽ കലുങ്ക് നിർമ്മിക്കുന്നതിനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ബലക്ഷയം സംഭവിച്ച പാലത്തിന് 10 മീറ്ററിൽ അധികം വീതിയിലൊഴുകുന്ന തോടിനനുസൃതമായ നീളം ഇല്ലാത്തതിനാൽ തിരുമാറാടി കൃഷിഭവൻ അതിർത്തിയിലുള്ള തിരുമാറാടി ഓലിയപ്പുറം നോർത്ത്, മണ്ണത്തൂർ എന്നീ പാടശേഖര സമിതികളുടെ കീഴിൽ വ്യാപിച്ചു കിടക്കുന്ന 150ഓളം ഏക്കർ പാടശേഖരങ്ങളിൽ മഴക്കാലമായാൽ വെള്ളക്കെട്ടും കൃഷിനാശവും പതിവാണ്. കാലവർഷക്കാലത്ത് പാലത്തിനുള്ള വീതിക്കുറവ് കാരണം പാലത്തിന്റെ മേൽഭാഗത്ത് 1.5 മീറ്ററോളം ജലനിരപ്പ് ഉയർന്നു നിന്ന് താഴേക്ക് കുത്തിയൊഴുകുന്ന അവസ്ഥയാണുള്ളത്. ഇതുമൂലം ഭൂരിഭാഗം പാടശേഖരങ്ങളിലും ഒന്നാം കൃഷി നടക്കുന്നില്ല. പാലത്തിന് മുകൾ ഭാഗത്തായി അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ചിറയും ഇതിന് കാരണമായി തീരുന്നു. ഈ പാലത്തിന് മേൽഭാഗത്തും താഴെയുമായി ഈ തോട്ടിൽ 8ഓളം പാലങ്ങളുള്ളതിനാൽ ഏറ്റവും ഇടുങ്ങിയ പാലവും ഇതാണ്. നിരവധി അപകടങ്ങൾക്കും 2ഓളം മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോകുന്നതിനും ഈ പാലം കാരണമായിട്ടുണ്ട്. ആയതിനാൽ ഇവിടുത്തെ തോടിന്റെ നീരൊഴുക്കിനും വീതിക്കും അനുസൃതമായ പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പിനും കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. വാളിയപ്പാടം പാലം അപകടാവസ്ഥയിലായി. അത് പൊളിച്ചു പണിയാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നടക്കുന്ന നടപടികൾ പാലത്തിൻ്റെ അതേ വീതിയിൽ തന്നെയുള്ള ഒരു കലുങ്കായിട്ടുള്ള രീതിയിൽ പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. 40 ലക്ഷം രൂപയാണ് അതിന് അനുവദിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. ഈ 4-5 മീറ്റർ താഴെ 4 മീറ്ററോളം വീതിയിൽ ഒഴുകുന്ന ഒരു പാലം ഈ തോട്ടിൽ ഏതാണ്ട് 10 മീറ്ററോളം വീതിയിൽ ഒഴുകി വരുന്ന വെള്ളത്തെ ഉൾക്കൊണ്ടു പോകാൻ അതിന് സാധിക്കില്ല. പോരാത്തതിന് അതിൻ്റെ മുന്നിൽ അശാസ്ത്രീയമായി പണിതിട്ടുള്ള ഒരു ചിറയുമുണ്ട്. ഈ ചിറയും കൂടി വർഷകാലത്ത് ഏതാണ്ട് ഒരു 5 അടിയോളം പാലത്തിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നു നിന്ന് താഴേക്ക് കുത്തി പതഞ്ഞൊഴുകുന്ന അവസ്ഥയാണുള്ളത്. അതൊരു 2 അടി എങ്കിലും ആ ജലനിരപ്പ് കുറഞ്ഞു കിട്ടിയാൽ ഇവിടം മുതൽ വാളിയപ്പാടം മുതൽ മണ്ണത്തൂർ വരെയുള്ള പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായി കിട്ടും. അപ്പോൾ അതിന് പാടശേഖരങ്ങളിൽ പല പാടശേഖരങ്ങളിലും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. 2 ഊപ്പ് കൃഷി ചെയ്യുന്ന പാടങ്ങളിൽ 1 ഊപ്പായി. ഇതിന് തൊട്ട് മുകളിലുള്ള മംഗലം എന്ന് പറയുന്ന പാടശേഖരത്തിൽ ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചതുപ്പായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പാടശേഖരങ്ങളെ രക്ഷിക്കുന്നതിന് ഈ പാലം നിലവിൽ ഒഴുകുന്ന തോടിൻ്റെ വീതിക്ക് പണിയണമെന്നാണ് കർഷകരുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം. സംസ്ഥാന സർക്കാരിന്റെയും ചങ്ങനാശ്ശേരി നഗരസഭയുടെയും കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ജനാഭിപ്രായം സ്വീകരിക്കുന്നതിനും ഭാവി വികസനത്തിന് ആവശ്യമായ പൊതുജനാഭിപ്രായം തേടുന്നതിനുമായി വികസന സദസ്സ് സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ്സ് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷരായിരുന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ
ഷറഫ് പി ഹംസയും നഗരസഭയുടെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണനും അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA നിസാർ, ടെസ വർഗീസ്, മുൻ ചെയർപേഴ്സൺ ബീന ജോബി, കൗൺസിലർമാരായ അരുൺ മോഹൻ, പ്രിയ രാജേഷ്, കുഞ്ഞുമോൾ സാബു, ഗീത അജി, സ്മിത സുനിൽ, അഡ്വക്കേറ്റ് ശിവകുമാർ, അഡ്വക്കേറ്റ് PA നസീർ, മുരുകൻ, ആശ ശിവകുമാർ, ഉഷ മുഹമ്മദ് ഷാജി, വിനീത S നായർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാജു ചാക്കോ, ഡെപ്യൂട്ടി മുനിസിപ്പൽ സെക്രട്ടറി റഫീഖ് B, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കുമാർ S എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുവാൻ, ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം അവരോടൊപ്പം നിലപാടെടുക്കുവാൻ, ചെയ്ത കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വിലയിരുത്തുവാൻ, ചെയ്ത കാര്യങ്ങളെപ്പറ്റി നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എനിക്കിവിടെ വന്നപ്പോൾ ഒരു പുസ്തകം, പുസ്തകം കിട്ടി. എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത്? 2020 മുതൽ 25 വർഷങ്ങളിലെ വികസന നേട്ടങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അച്ചടിച്ച്, ആർക്കും ഇതൊരു രേഖയാണ്, അച്ചടിച്ച് ഇവിടെ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ രേഖ ആർക്കും കയ്യിൽ കിട്ടുന്നതാണ്. ഈ രേഖ നമുക്ക് പരിശോധിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഈ വികസനം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ വികസനത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന, ജനങ്ങളോടൊപ്പം നിലപാടെടുക്കുന്ന, ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന, ജനങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുവാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന്. ചങ്ങനാശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇത്തിത്താനം ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. മലകുന്നം ഇളങ്കാവ് LP സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയാണ് മറ്റ് വേദികൾ. സംസ്കൃതി 2025 എന്ന പേരുള്ള കലോത്സവത്തിന്റെ ഭാഗമായി അറബിക് കലോത്സവവും സംസ്കൃത കലോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം സേതു കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ അധ്യക്ഷത വഹിച്ചു. AEO KA സുനിത ആമുഖ പ്രഭാഷണവും സ്കൂൾ മാനേജർ KP സജികുമാർ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ്, ജനറൽ കൺവീനർ BJ വിജയകുമാർ, കൊച്ചുറാണി ജോസഫ്, BR മഞ്ജീഷ്, അശ്വതി S, ഗീത G നായർ, റീന, ട്രീസ ജോസ്, PC രാധാകൃഷ്ണൻ, അംബരീഷ് P അമ്പാട്ട് എന്നിവർ സംസാരിച്ചു. കലാമേള ഈ മാസം 29-ന് സമാപിക്കും. പ്രാധാന്യം ഒരു വിഷയം മത്സരത്തിനപ്പുറത്തേക്ക് എല്ലാവരും മത്സരിച്ചാൽ ജയിക്കണമെന്നില്ല. പരാജയപ്പെട്ടവരാരും തന്നെ മോശക്കാരാകണമെന്നുമില്ല. കാരണം MN വിജയൻ സാറിന് മനോഹരമായൊരു വാക്കുണ്ട്, ഈ ലോകം പരാജയപ്പെട്ടവന്റെ ലോകമാണ്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇന്ന് പരാജയപ്പെട്ടവൻ നാളെ വിജയിക്കും എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ ബാലപാഠങ്ങളിലൊന്നാണ്. അപ്പം അതുകൊണ്ട് മത്സരത്തിലെ പങ്കാളിയാകുക, അതിൻ്റെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വിജയിക്കുക, അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ വീണ്ടും അതിൽ നിന്ന് കൂടുതൽ ഊർജത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് കൂടുതൽ നേട്ടങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും കലോത്സവ വേദികളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതികളിലൊന്ന് ഇത് കുട്ടികളുടെ അപ്പുറത്തേക്ക് രക്ഷകർത്താക്കളുടെയും മറ്റും മത്സരങ്ങളായി മാറിപ്പോകുന്നു എന്നുള്ളൊരു ആശങ്ക പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവും സത്യത്തിലില്ല. നമുക്കെല്ലാം നമ്മുടേതായ കഴിവുണ്ടെങ്കിൽ കാലം എവിടെയെങ്കിലും നമ്മളെ കൊണ്ടെത്തിക്കും. ശബരിമല അയ്യപ്പസ്വാമിയുടെ ഒരു തരി പൊന്നു പോലും എടുത്തുകൊണ്ടു പോകുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ്. BJP ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM-ന്റെ ഇരട്ടത്താപ്പും ഇരട്ട നീതിയും ഇനി വിലപ്പോവില്ലെന്നും മാറി മാറി ഭരിച്ച LDF-ഉം UDF-ഉം കാലങ്ങളായി ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ശ്യാംരാജ് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ഗോപൻ മണിമുറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ B. രാധാകൃഷ്ണ മേനോൻ, MP. രാജഗോപാൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ MP. രവി, KR. കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൂത്താട്ടുകുളം പാലക്കുഴ മാറുക കുട്ടിക്കവലയ്ക്ക് സമീപം വീട്ടിൽ മോഷണം. തെക്കേടത്ത് ലോയി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് 3 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയും മോഷ്ടിച്ചു. കൂത്താട്ടുകുളം ടൗണിലെ ഫുഡ്വെയേഴ്സ് കടയുടമയാണ്. കടയടച്ച ശേഷം ലൂയിസും ഭാര്യയും രാത്രി 8-ന് മാറികയിലെ വീട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്ത് കയറിയ ശേഷം തൊട്ടടുത്ത സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഇരുവരും പോയി. വാതിൽ പൂട്ടാതെ ചാരിയ ശേഷമാണ് പോയത്. മടങ്ങിയെത്തിയപ്പോൾ കിടപ്പുമുറിയിലെ അലമാര തുറന്ന നിലയിലായിരുന്നു. അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന മാല, കമ്മൽ, വള, 10,000 രൂപ എന്നിവ നഷ്ടപ്പെട്ടതായി തിരിച്ചറിഞ്ഞു. കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച രാത്രി ഞാനും വൈഫ് കടയടച്ച് വീട്ടിൽ വരുമ്പോൾ 8 മണി, ഏകദേശം 8 മണി അടുത്തായി. 8 മണി 8:20 ഞങ്ങൾ തൊട്ട് ചെയ്യാന്നുള്ള വീട്, തറവാട് വീട്ടിൽ അവിടെ വാടകയ്ക്ക് താമസിക്കാതെ അവരുടെ വീട് അന്വേഷിക്കാനായിട്ട് അവിടെ അവരുടെ മക്കളും ഒക്കെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം അവരെ കാണാനും ആയിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ അവിടെ ഒന്ന് പോയി സംസാരിച്ചിരുന്നു. വാല് ചേർത്തടച്ചിട്ടാണ് പോയത്, ചേർത്തടച്ചിട്ട്. അപ്പം പൂട്ടിയിട്ടൊന്നുമില്ല. വന്നപ്പോൾ അതുപോലെ ചേർത്ത് അടഞ്ഞ് തന്നെ എടുക്കുക. അപ്പം ഞങ്ങൾക്ക് സംശയം തോന്നില്ല. ഞങ്ങൾ വന്നു, കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ വൈഫ് എഴുന്നേറ്റ് 6 മണി 6:30 ആയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു കബോർഡ് ക്ഷീരലമാരി തുറന്ന് ഡോറ് രണ്ടും തുറന്നു കിടക്കുക. അപ്പോൾ ഏതാണ്ട് ഞാൻ തുറന്നില്ലല്ലോ, സംശയം തോന്നി. ഇപ്പം ഞാൻ നോക്കി പരിശോധിച്ചപ്പോഴാണ് ഒരു 2 പവൻ്റെ ഒരു വള, പിന്നെ ഒരു അരപ്പവനൊരു മോതിരം, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പഴയ കമ്മല്. ഇത്ര സാധനം കാണാനില്ല. പിന്നെ ഒരു 10,000 രൂപ കൊണ്ടുവച്ചിരുന്നത്. അതിൻ്റെ അകത്ത് ഒരു 500 രൂപ കൂടുതൽ എടുത്തിട്ടില്ല. ബാക്കി പൈസയും ഞാൻ എണീറ്റ് വരുമ്പോഴല്ലോ ഇത് വെറുതെ ഇതിനകത്ത് സ്വർണ്ണം ഇല്ലാത്ത ഒരു ബോക്സ് നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ വെച്ചതാ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നു. ഞാനിങ്ങനെ എണീറ്റ് വരുമ്പോഴേ അപ്പൊ ഞാൻ വന്നത് ബാത്റൂമിൽ കയറാനായിട്ട് ഞാൻ നോക്കിയപ്പോഴേ ഇത് കബോർഡ് തുറന്ന് കിടക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ദൈവമേ ഇതിനെ കബോർഡ് കിടക്കുന്നു, ഇത് ആരാ തുറന്നതെന്ന് വന്ന് നോക്കിയപ്പം ഇതുപോലെ ഈ കളറല്ല, ഒരു കളറിലൊരു ഇങ്ങനെ ഒരു ഡപ്പി ഉണ്ടായിരുന്നു. അതിനകത്തായിരുന്നു ഒരു 2 പവൻ്റെ വളയും ഒരു അരപ്പവൻ്റെ മോതിരവും പിന്നെ എൻ്റെ കമ്മൽ. ഇത് വരെ ഞാൻ മറ്റേ കമ്മൽ ഊരി വെച്ചേക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞൊടിഞ്ഞ കമ്മലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 3 പവനുണ്ട്. ഈ തലേദിവസം എന്നാ സംഭവിച്ചത്? തലേദിവസം ഞങ്ങൾ അരമണിക്കൂർ നേരത്തെ അടുത്ത വീട്ടിലേക്കൊന്ന് പോയി. ചാരി ഇട്ടയച്ച്. അപ്പോൾ ചാരി ഇട്ടയച്ച് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 2 ദിവസമായിട്ട് എൻ്റെ ഈ കബോർഡിൻ്റെ താക്കോൽ ഈ ബാഗിൽ കടയിലേക്ക് കൊണ്ടുപോകായിരുന്നു, ദുബായിൽ പോകുന്നതിനും. അപ്പം ഈ താക്കോല് ഇതിനകത്ത് തന്നെയായിരുന്നു. അപ്പം വന്ന വഴി ഈ കട്ടിലയിലേക്ക് വെച്ച് ഇതിനകത്തൊരു കുടയുണ്ട്. എരുമേലി പഞ്ചായത്ത് പരിധിയിൽ വഴിയരികിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി പിടികൂടുന്നതിന് CCTV ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി. ജനവാസം കുറവുള്ള റോഡുകൾ, സ്ഥിരം മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ, വനമേഖല, ശബരിമല റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പഞ്ചായത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഇതിനോടകം വിവിധ റോഡുകളിലെ 12 ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 17 ക്യാമറകളാണ് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നത്. ഈ ആഴ്ച കൊണ്ട് ബാക്കി ക്യാമറകളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. പഞ്ചായത്ത് ഓഫീസിലെ മോണിറ്ററിലാണ് ഈ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പതിയുന്നത്. ക്യാമറ പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യവകുപ്പ് അധികൃതർക്കും നടപടിയെടുക്കാനും പിഴ ചുമത്താനും പറ്റും. വനമേഖല റോഡുകളായ പ്ലാച്ചേരി മുക്കട റോഡ്, മുക്കട കനകപ്പലം റോഡ്, കനകപ്പലം വെച്ചൂച്ചിറ റോഡ്, പ്ലാച്ചേരി പൊന്തൻപുഴ റോഡ്, പ്രപ്പോസ് MES റോഡ്, MES കരിങ്കല്ലുമൂഴി റോഡ്, എരുമേലി പഴയിടം റോഡ്, ശബരിമല റോഡ് തുടങ്ങിയ റോഡുകളിലാണ് ദിവസവും വൻതോതിൽ മാലിന്യം തള്ളുന്നത്. വനമേഖലയിലെ റോഡുകളിൽ ടൺ കണക്കിന് മാലിന്യമാണ് തള്ളിയിട്ടുള്ളത്. CCTV ക്യാമറകളുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ക്ലീൻ മാർക്ക് ക്രിസോസ്റ്റം ഫൗണ്ടേഷൻ കനകപ്പലം വെച്ചൂച്ചിറ വനപാതയിൽ നിന്ന് 55 ടൺ മാലിന്യം നീക്കം ചെയ്ത് റോഡരികിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെടികൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഈ റോഡിൽ പിന്നീട് കഴിഞ്ഞ 1 വർഷക്കാലമായി മാലിന്യം തള്ളൽ ഇല്ലാതെയായി. പകരം ഇവിടെ തള്ളിയിരുന്ന മാലിന്യം മറ്റ് വനമേഖലകളിൽ തള്ളാൻ തുടങ്ങി. പ്ലാച്ചേരി കനകപ്പലം റോഡിലെ മാലിന്യം നീക്കി ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കാൻ വനംവകുപ്പും സന്നദ്ധ സംഘടനകളും ചേർന്ന് പദ്ധതിയും തയ്യാറാക്കി. വനപാത ശുചിയാക്കി 23 ടൺ മാലിന്യം നീക്കം ചെയ്തു. ഇവിടെ സ്ഥാപിക്കുന്ന ക്യാമറകളും സന്നദ്ധ സംഘടന സ്പോൺസർ ചെയ്യാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ സ്ഥാപിക്കാനുള്ള സിം കാർഡുകൾ വനംവകുപ്പിന് ലഭ്യമാക്കാൻ കഴിയാതെ വന്നതോടെ ഇതുവരെ ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ ഇവിടെ വീണ്ടും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഓരോ ദിവസവും തള്ളുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി. സമഗ്ര കൂൺ ഗ്രാമവികസന പദ്ധതി പൂർത്തീകരണവും സംസ്ഥാനത്തെ പ്രഥമ പ്രഖ്യാപനവും ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി കിസാൻ മേളയും കടുത്തുരുത്തിയിൽ നടന്നു. കൂൺ കൃഷി സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പ് DMRമായി ഉടൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. സമഗ്ര കൂൺ ഗ്രാമവികസന പദ്ധതി പൂർത്തീകരണം, സംസ്ഥാനത്തെ പ്രഥമ പ്രഖ്യാപനവും ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി കിസാൻ മേളയുടെയും ഉദ്ഘാടനം കടുത്തുരുത്തിയിൽ മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തെ പകുതിയിലേറെ രോഗങ്ങൾക്കും കാരണം ഭക്ഷണമാണെന്നും കൂൺ പോലെയുള്ള പ്രതിരോധശേഷി പ്രദാനം ചെയ്യുന്ന വിഭവങ്ങൾ മലയാളി ഭക്ഷണത്തിന്റെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന സമഗ്ര കൂൺ ഗ്രാമ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആദ്യമായി കടുത്തുരുത്തി മേഖലയിൽ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും കർഷക സമ്മേളനവുമാണ് നടന്നത്. സംസ്ഥാനത്ത് 2024-25 വർഷമാണ് കൂൺ
ഗ്രാമ പദ്ധതി നടപ്പാക്കിയത്. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഉൾപ്പെടെ സംസ്ഥാനത്തൊട്ടാകെ 20 കൂൺ ഗ്രാമ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. ഒരു കൂൺ ഗ്രാമ പദ്ധതിക്കായി 30.25 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവാക്കിയത്. സംസ്ഥാനമൊട്ടാകെ 100 കൂൺ ഗ്രാമ പദ്ധതിയാണ് ഇനി ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന യോഗത്തിൽ മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കൂൺ ഗ്രാമ പദ്ധതിയുടെ സംസ്ഥാന പ്രഥമ പൂർത്തീകരണ പ്രഖ്യാപനവും കർഷക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കൃഷിമന്ത്രി നിർവഹിച്ചു. പൊട്ടാസ്യം പെർമാനേറ്റിന്റെ വെള്ളത്തിൽ ചവിട്ടി ഒക്കെയാണ് ഈ കൂൺ കൃഷി ചെയ്യുന്ന ഷെഡിനകത്ത് കയറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ നമ്മളിൽ നിന്നോ വരുന്ന ഒരു അണു നമ്മൾ തുമ്മിയാലോ സംസാരിക്കുമോ ഒക്കെ പുറത്തേക്ക് വന്ന് ഏതെങ്കിലും ഒരു കൂണിനെ അത് പിടിച്ചാൽ ആ കൂൺ കൃഷി മൊത്തം നശിച്ചു പോകും. അപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവച്ചേക്കുന്നത് കാണുമ്പോൾ മോശപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുന്നതല്ല കണക്കാക്കേണ്ടത്. കാരണം എനിക്ക് ഈ കൃഷി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് 500 ബെഡുള്ള ഒരു കൃഷി യൂണിറ്റ് എനിക്കുണ്ട്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ഒരാളാണെന്നുള്ള തരത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. പരിപാടിയോടനുബന്ധിച്ച് കർഷകരുടെ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക പ്രദർശനമേളയും ഉണ്ടായിരുന്നു. 2024-25 വർഷത്തെ സംസ്ഥാനത്തെ മികച്ച കൂൺ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗോവിന്ദ് നയിച്ച ശാസ്ത്രീയ കൂൺ കൃഷിയും സംരംഭകത്വം എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കിസാൻ മേളയുടെ ഉദ്ഘാടനം കെ. ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും മന്ത്രി അനുവദിച്ചു. തണ്ണീർത്തടത്തിന്റെ പേരിൽ മുടങ്ങിപ്പോയ കേന്ദ്ര വിദ്യാലയത്തിനുള്ള ആപ്പാഞ്ചിറയിലെ സ്ഥലത്ത് തുടങ്ങുവാനുള്ള വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മിഷൻ ഡയറക്ടർ സജി ജോൺ, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TR സ്വപ്ന, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C. ജോസ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, കടുത്തുരുത്തി. തേക്കോയ് ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കിണറും താരമായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അകത്തളത്തിൽ ഭംഗിയിൽ നിൽക്കുന്ന ഒരു കിണർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ കിണറിനെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസിനും ഈ കിണറിനെ കുറിച്ച് ചിലതെല്ലാം പറയാനുണ്ട്. നമുക്ക് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം 50 സെന്റ് സ്ഥലമാണുള്ളത്. സ്ഥലപരിമിതിയുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ നടുവിലായിട്ട് നമുക്ക് കിണർ നമുക്കുണ്ടാകും. പറ്റാത്ത കിണറാണ്. ആ കിണർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഹാളിൻ്റെ നടുവിലായിട്ട് ആ കിണർ നമ്മൾ നവീകരിച്ച് സൂര്യപ്രകാശം പിടിക്കുന്ന രീതിയിൽ തന്നെ നവീകരിക്കുകയുണ്ടായി. കിണറിൻ്റെ ആഴമുള്ള കിണറാണ്. ഒരു വേനൽക്കും പറ്റാത്ത കിണറാണ്. ആ കിണർ കോൺക്രീറ്റ് റിങ്ങുകൾ സ്ഥാപിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നവീകരിച്ച് നമുക്ക് ആ കിണർ മനോഹരമാക്കാൻ സാധിച്ചു. മന്ത്രി വന്ന് ആശുപത്രി സന്ദർശിച്ചപ്പോൾ ഈ കേരളത്തിൽ ഒരു ആശുപത്രികളിൽ ഇത്ര മനോഹരമായി ഒരു കിണർ നിലനിർത്തി കണ്ടിട്ടില്ല എന്ന് കൃത്യമായി മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. കാരണം പ്രസംഗത്തിൽ മന്ത്രി അത് പ്രത്യേകം പറയുകയുണ്ടായി. ആ കിണറിന് വളരെ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് ആ കിണർ നിലനിർത്തി ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ കിണറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. പ്രൈം ന്യൂസ് പൂർണ്ണമായി. നമസ്കാരം.